ഭാവിയെ അങ്ങേക്കേകുന്നു
ഹല്ലേലൂയ ഹല്ലേലൂയ. കോട്ടങ്ങളെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദേഹത്തെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരോഗ്യത്തെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവയവങ്ങളെയും നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോ കോശത്തെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ കൃപ കൊണ്ടു നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗാണുക്കളെ നീക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിനെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നുള്ളിൽ നീ വാഴണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ നിരന്തരം നയിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉള്ളിൽ സക്രാരി തീർത്തിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നുള്ളിൽ നീ വാഴണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആശീർവാദവും നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചിന്തകളെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. തീരുമാനങ്ങളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നടപടികളെയും നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ബോധ്യങ്ങളെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ധാരണകളെയും നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രതികരണത്തെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ബുദ്ധിയെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അറിവിനെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അറിവില്ലായ്മയെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വീഴ്ചകളെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരാജയങ്ങളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വിജയങ്ങളെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ അവസ്ഥയെയും നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈക്കൊള്ളണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയോടെ എന്നെ കാണണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പാപം ക്ഷമിക്കണേ ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപരാധങ്ങൾ പൊറുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പാപ
നയിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിതമങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങേ കൈകളിൽ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആശീർവദിക്കണ ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ കവാടം തുറക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹ പെരുമഴ പൊഴിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേക പെരുനദി ഒഴുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം പാടി നമിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധിച്ചു പുകഴ്ത്തുന്നു. ഹല്ലേലൂയ 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 ഗീതം പാടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അന്ധകാരം മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ വെളിച്ചം പൊഴിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകത്താലിറക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിനെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിൻ മുറിവുകൾ നീക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിനാരോഗ്യം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിലഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിൽ സന്തോഷം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഉണർവിന്റെ വരവും നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ സമൂഹത്തെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ കുടുംബങ്ങളെയും നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹ ചൊരിയണ ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ തിരുസഭയങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മാർപ്പാപ്പായെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മെത്രാന്മാരെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ വൈദികരെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സന്യസ്തരെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അൽമായരെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ധ്യാനകേന്ദ്രങ്ങളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രീമംഗങ്ങളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രോതകരെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ലോകം മുഴുവന് നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മാനവരാശിയെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ധനകോടികളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ രാഷ്ട്രങ്ങളെ അങ്ങേക്കേകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഭരണകർത്താക്കളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹം കൊണ്ടു നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഭാരതനാടിനെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അയൽ രാഷ്ട്രങ്ങളെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ കേരളദേശത്തെ നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹം ചൊരിയണേ ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ ബന്ധനമഴ
പൊറുക്കണേ ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ പാപം പൊറുക്കണേ ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ കൂരിരുളെല്ലാം മാറട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗവെളിച്ചം പരക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ജനതകളൊന്നായുണരട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ രോഗികളെ അങ്ങ് കേൾക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ സൗഖ്യം നൽകണേ ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരോഗ്യം നൽകണേ തമ്പുരാനേ ഹല്ലേലൂയ 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 കരമുയർത്തി ഹല്ലേലൂയ 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 എൻ ദൈവമേ ഹല്ലേലൂയ എൻ യേശുവേ ഹല്ലേലൂയ എൻ ആത്മനേ ഹല്ലേലൂയ പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷേർലി കുറേ വർഷങ്ങളായിട്ടുള്ള സന്ധിബന്ധങ്ങളുടെ വേദനയായിരുന്നു. എത്ര വർഷമായി സന്ധിബന്ധങ്ങൾക്ക് വേദനയായിട്ട്? 5-6 വർഷമായിട്ട് വേദനയായിരുന്നു. ഈ മുട്ടിന് വേദനയും കൈക്ക് മരവിപ്പും ഉണ്ടായിരുന്നു. കൈകൾക്ക് മരവിപ്പ് അതുപോലെ തന്നെ നല്ല വേദനയായിരുന്നു. ഇപ്പൊ ഈ ആരാധനയുടെ സമയത്ത് പൂർണ്ണമായിട്ട് ഞാൻ സുഖപ്പെട്ടു. ഒട്ടും വേദനയില്ല, ഒട്ടും വേദന, മരവിപ്പോ ഇല്ല. എന്റെ ജോയിന്റ്സിന്റെ പെയിൻ അതുപോലെ തന്നെ വിരലുകളുടെ വേദനയും മരവിപ്പൊക്കെ പൂർണ്ണമായിട്ട് ഇപ്പൊ ഈ ആരാധനയുടെ സമയത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. എന്റെ പേര് വിൻസെന്റ് ആൽബി. ഞാൻ മഹാരാഷ്ട്ര നാഗ്പൂരിൽ നിന്ന് വന്നതാണ്. ഞാൻ ഇരിങ്ങാലക്കുട ഭാഗത്താണ് താമസിക്കുന്നത്. എന്റെ കാലിന് അടിയിൽ ഒരു അടി പറ്റിയുള്ളതായിരുന്നു. പക്ഷെ പാദത്തിന് ഭയങ്കര വേദനയായിരുന്നു. എത്ര വർഷമായി? അധികം നാളായിട്ടില്ല, ഒരു 1.5 മാസം ആയിട്ടുള്ള ഒരു അടി പറ്റിയതാണ്. അന്ന് തുടങ്ങിയുള്ള വേദനയാണ്. അടി കിട്ടി? അടിയിൽ ഒരു സ്റ്റെപ്പും കൊണ്ടാണ്. അടി തെറ്റി? ഒരു സ്റ്റെപ്പും അടിച്ചു ഇതായതാണ്. ഓക്കെ. അതുകൂടാതെ ഞാൻ വളരെ മുമ്പ് ഒരു 5-10 വർഷം മുമ്പ് ഞാൻ വീണിട്ട് എന്റെ ലെഗമെന്റ് 2 ഇഞ്ചേർഡ് ആയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിനും എനിക്ക് ഒത്തിരി വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഇന്നലെ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇന്നിപ്പൊ ഈ കുറച്ചു നേരത്തെ മുമ്പ് ഒത്തിരി വ്യത്യാസം വന്നു, പൂർണ്ണമായും മാറിയെന്ന് നല്ല ബോധ്യപ്പെട്ടു എനിക്ക്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി. പേര് ലൂസി ആന്റണി. ഞാൻ അഞ്ചേരി മരിയാപുരത്തായിരുന്നു താമസിച്ച. അവിടുന്ന് ഇപ്പൊ നന്ദിവിളത്തന് മരിയാപുരത്ത് വെച്ചിട്ട് അവിടുന്ന് ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞപ്പോ എനിക്ക് തണ്ടല് വേദന എടുത്തിട്ട് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ ചെയ്ത് ഇപ്പൊ അത് എത്ര വർഷമായി വേദന തുടങ്ങി? 12 കൊല്ലം. എവിടെയാണ് വേദന? നടുവില്. ഇപ്പൊ മാറിയോ? ഇപ്പൊ മാറിയത്. ഒട്ടും വേദനയില്ല. ഇല്ല. 12 വർഷമായിട്ട് നടുവിന് വേദന മാറി. നടു കുനിച്ചേ.
നിവർന്നു നിന്നേ. വേദനയുണ്ടോ? മൈക്കിലൂടെ പറ. ഇപ്പൊ എന്റെ വേദന മാറി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. അന്നമ്മ എന്നാണ് എന്റെ പേര്. 5 വർഷമായിട്ട് എന്റെ കാലിന്റെ പാദം മുഴുവനും പൊട്ടി ഒലിക്കുമായിരുന്നു. മരുന്ന് തേക്കുമ്പം കുറയും, പിന്നെ അത് ഉണങ്ങാതെ നിൽക്കുമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഒരു ഓയിൽമെന്റ് ഒരു ഗുളിക ഒന്നും കഴിക്കുന്നില്ല. ഇനിയാന്ന് കുർബാനയുടെ നേരത്തെ എന്റെ കാലേല് ഒരു പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന പോലെ കാലിന്റെ അകത്തുനിന്ന് ഒട്ടിയിരിക്കുക. ഞാൻ നോക്കി എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കുമ്പോ ഒന്നുമില്ല. എന്റെ കാലന്നേരം ഉണങ്ങിയിരിക്കുക. അതായത് എത്ര വർഷമായ വ്രണമാണ്? 5 വർഷമായി. 5 വർഷമായി കാലിലെ വ്രണം ഈ ധ്യാനത്തിനിടയ്ക്ക് കുർബാനയുടെ ഇടയ്ക്ക് ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു. കാൽപാദത്തിനാണോ? അല്ല, കാൽപാദത്തിന്റെ ആ ജോയിന്റിന്റെ ഭാഗത്തുണ്ടായിരുന്ന വ്രണമാണ്. അവിടെ നിന്ന് മുമ്പിലിരുന്ന കാൽപാദത്തിന്റെ ഭാഗം ഒന്ന് കാണിച്ചു, കുറച്ചും കൂടെ മുമ്പോട്ട് കരുതുന്നത്. അവിടെ ഇപ്പോൾ അതിന്റെ പാട് മാത്രമേ ഉള്ളൂ. ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായിട്ട് പഴുപ്പ് മാറി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ചേർത്തലേന്ന് വരുന്നു. 2 വർഷമായിട്ട് എനിക്ക് വലിയ പാദത്തിലും കാലുമേ എല്ലാം നീരായിരുന്നു. അതിലും വലിയതായിട്ട് എനിക്ക് ആരാധന സമയത്ത് ഒരു തീക്കട്ട പോലെ എന്റെ നെച്ചിലേക്ക് വന്നു. എന്തോ ഒരു വെള്ളം ചലിക്കുന്ന പോലെ എനിക്ക് ഒരിക്കലും ഇല്ലാത്ത ഒരു വലിയ സന്തോഷം എന്റെ മേലേക്ക്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടും. തീക്കട്ട വന്ന് ശരീരത്തിലേക്ക് ഇറങ്ങുന്ന പോലെ അനുഭവം ഉണ്ടായി. വെള്ളം തളിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. വലിയൊരു ആനന്ദം ഉണ്ടായി. അതുകൂടാതെ കാലിന്റെ വേദന മുഴുവനും കഴുക്കും മേലെല്ലാം വേദന. പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിയതാണ്. ഈ ആരാധനയുടെ അവസരത്തിൽ കിട്ടിയ പരിശുദ്ധാത്മ അഭിഷേകമാണ്. അതോടുകൂടി വേദന എല്ലാം പോയി, എല്ലാം മാറി. ഭാഷാവരം കിട്ടി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. സന്തോഷം നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് മരിയ ജോസഫ്. ആലുവയിൽ വരുന്നു. എനിക്ക് 16 വർഷമായിട്ട് സന്ധിവാതത്തിന്റെ അസുഖമായിരുന്നു. ചൂടുവെള്ളം 16 വർഷമായിട്ട് ചൂടുവെള്ളത്തിലായി കുളിക്കുന്നു. ഇവിടെ വന്ന് പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ പൂർണ്ണമായിട്ടും കാലുവേനും കൈവേനൊക്കെ മാറി. സന്ധിബന്ധങ്ങളുടെ വേദന എല്ലാം മാറി. ഒരു വേദനയില്ല. പിന്നെ വയറിന്റെ ഈ വലതുവശത്ത് അടിഭാഗത്തായിട്ടൊരു മുഴയുണ്ടായിരുന്നു. ഒറ്റ വിളിച്ചു പറഞ്ഞ അടിഭാഗത്ത് മുഴയുള്ള ആൾക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞു. ആ വേദന വിട്ടുമാറി. പിന്നെ നോക്കിയപ്പോ മുഴയൊന്നുമില്ല, അതും പൂർണ്ണമായിട്ട് മാറി. എത്ര വർഷമായതാ മുഴ? 7 വർഷമായി. എത്ര വലിപ്പം ഉണ്ടായിരുന്നു? ഒരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള മുഴ വയറിന്റെ ഒരു വശത്തായിട്ടുണ്ടായിരുന്നു. വേദന ഉണ്ടായിരുന്നു, അത് മാറി. സന്ധിബന്ധങ്ങളുടെ വേദന 16 വർഷമായിട്ടുള്ള സന്ധിവാദമായിരുന്നു, അത് മാറി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. മൈക്കിളേരിയിൽ നിന്ന് വരുന്നു. എന്റെ പേര് മേരി. 22 വർഷമായി സന്ധിവാദമായിരുന്നു. വേദന ഓർമ്മയുണ്ട്. 22 വർഷമായിട്ടുള്ള സന്ധിവാദത്തിന്റെ വേദന. എവിടെയൊക്കെ വേദന ഉണ്ടായിരുന്നു? കാലിന്റെ മുട്ടിനും നടുവിനും. എല്ലാ സന്ധിബന്ധങ്ങൾക്കും വേദന എല്ലാം മാറി. 22 വർഷമായി. 4 വർഷമായി ശ്വാസമുട്ടലും മാറി. 4 വർഷം പഴക്കമുള്ള ശ്വാസമുട്ടൽ മാറി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി. തിരൂരിൽ നിന്ന് വരുന്നു. 35 വർഷം മുമ്പ് ഒരു പല്ലെടുത്തതാണ്. പല്ലെടുത്ത് ഞരമ്പ് പൊട്ടിപ്പോയതാണ്. അതോടുകൂടി ഈ വശം മൊത്തം തളർന്നു പോയായിരുന്നു. അതുപോലെ അതിന്റെ ശേഷം ഈ അച്ഛൻ്റെ നാളും വിളിച്ചു പറയുകയും ചെയ്തു. തൊണ്ണയ്ക്ക് വേദനയായിരുന്നു, ഒരു മുഴയുണ്ടായിരുന്നു. ഈ അസ്ഥികൾക്കെല്ലാം തേയ്മാനത്തിന്റെ കറണ്ട് അടിച്ചിട്ടുണ്ട്. കറണ്ട് അടിച്ചായിരുന്നു. ഈ അമ്മയുടെ രോഗശാന്തി ഇതാണത്. കറണ്ട് അടിച്ചതിന്റെ ഫലമായിട്ട് തൊണ്ടയൊക്കെ ഡ്രൈ ആയിപ്പോയി. അവിടെയുള്ള ലാറിങ്സ് ഫാറിങ്സ് അതിനെല്ലാം കേടുപറ്റതിന്റെ ഫലമായി തൊണ്ട ഡ്രൈ ആയിരുന്നു. മാത്രമല്ല അവിടെ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം ഇറക്കുമ്പോഴും അവിടെ എന്തോ തടയുന്ന അനുഭവമായിരുന്നു. ഇപ്പൊ അതെങ്ങനെയുണ്ട്? ഒന്നുമില്ല. എത്ര വർഷം മുമ്പ്? 32 വർഷം മുമ്പ് ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ടുണ്ടായ അപകടമായിരുന്നു അത്. ഇവിടെ കർത്താവ് ഇങ്ങനെ ഒരാളുടെ തൊണ്ടയിലെ ഒരു തടസ്സം എടുത്തു മാറ്റുന്നു എന്ന് സന്ദേശം വിളിച്ചു പറഞ്ഞു. അപ്പൊ ഈ അമ്മ കയറി ഒന്ന് സാക്ഷ്യം നൽകിയായിരുന്നു. ആ വേദന പിന്നെ വന്നിട്ടില്ലോ. പിന്നെ ഈ പല്ലെടുത്തപ്പോ ഉണ്ടായിരുന്ന ഈ ഇടതുവശത്തുണ്ട തളർച്ചയും വേദനകളെല്ലാം മാറി. മുട്ടിന്റെ വേദന എല്ലാം മാറി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയക്കുട്ടി, വൈക്കം താലൂക്കിൽ നിന്ന് വരുന്നു. എന്റെ രോഗശാന്തി ഇന്നലെ അച്ഛൻ വിളിച്ചു പറഞ്ഞതാണ്. ഞാൻ വരാതെ മടിച്ചവിടെ കുത്തിയിരുന്നു. ഇന്നിപ്പോ സാക്ഷ്യം പറയണമെന്ന് തോന്നി. എന്റെ ഇടത്തുവശത്ത് അടി കൊണ്ടതായിരുന്നു. അടി കൊണ്ട് വാരിയലിന് പൊട്ടലുണ്ടായിരുന്നു. അതിന് പ്ലാസ്റ്റർ ഇട്ട് 3 മാസം ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 30 വർഷമായ ഇവിടുത്തെ ഈ പാലത്തിന് വളവുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ ചെയ്തില്ല. മരുന്നിന്റെയും പ്രാർത്ഥനയുടെയും നിലയിൽ ഞാൻ ഇന്ന് വരെ പിടിച്ചു നിന്നു. ഇന്നലെ അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് വന്നില്ല. എനിക്ക് പൂർണ്ണമായി 2 രോഗങ്ങളും സൗഖ്യം കിട്ടി. 30 വർഷം പഴക്കമുള്ള മൂക്കിന്റെ പാലം വളഞ്ഞെനിക്ക് എന്ത് ഫലമായ ശ്വാസോച്ഛ്വാസ തടസ്സം മാറി. അതുപോലെ ഒരു പുറത്ത് അടി കൊണ്ടിട്ട് വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തി ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ. 28 വർഷമായി അടി കൊണ്ട്. 28 വർഷം
അടികൊണ്ടതാണ്, 28 വർഷം മുമ്പ് അടികൊണ്ടതാണ്. ആ വേദന എവിടെയായിരുന്നു അടികൊണ്ടത്? ഈ ഭാഗത്തായിട്ട്. ആ വേദന മാറി. കർത്താവിനെ കൃത്യം അടയാള സഹിതം പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അടികൊണ്ടത് അതുപോലെ മൂക്കിന്റെ പാല് വളഞ്ഞിരിക്കുന്ന രോഗശാന്തി, ഇതായിരുന്നു ഈ അമ്മയുടെ സൗഖ്യമായിരുന്നു. ഇത് രണ്ടും തോമാസ്ലിഹയുടെ മകളായതുകൊണ്ട് അവിടെ ഇരുന്നു, സാക്ഷ്യപ്പെടുത്തിയില്ല. പിന്നെ പിന്നെ സംശയിച്ചിരുന്നാണോ? പൂർണ്ണമായിട്ട് മാറിയാലേ പറയുള്ളൂ ഞാൻ അങ്ങനെ. തോമാസ്ലിഹയുടെ ഒരു ചൈതന്യമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അത് സാക്ഷ്യപ്പെടുത്താൻ മടിച്ചത്. അത് തെറ്റൊന്നുമില്ല. ഇപ്പം ബോധ്യപ്പെട്ടിട്ട് സാക്ഷ്യപ്പെടുത്തിയാൽ മതി. കർത്താവിന് മഹത്വം അങ്ങനെ നൽകേണ്ടത് കുഴപ്പമില്ല. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.